കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ if സ്റ്റേറ്റ്മെന്റ്, if else സ്റ്റേറ്റ്മെന്റ് എന്നീ രണ്ട് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ else if ladder, switch സ്റ്റേറ്റ്മെന്റ് എന്നീ രണ്ട് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ടോപ്പിക് if else if സ്റ്റേറ്റ്മെന്റ്. അതിന് മറ്റൊരു പേര് കൂടെയുണ്ട്, else if ladder. if else if സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പുതിയൊരു ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് അല്ല. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത if else സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഒരു if elseന്റെ കൂടെ വീണ്ടും അടുത്ത if else ആഡ് ചെയ്യുക. അങ്ങനെ ഒന്നിൽ കൂടുതൽ if else സ്റ്റേറ്റ്മെന്റുകൾ ആഡ് ചെയ്ത് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ്, അതാണ് if else if സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ else if ladder എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. if else if സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ else if ladder യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം if else സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ചോയ്സ് ആണുള്ളത്. ട്രൂ ആകുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യാം, ഫാൾസ് ആകുമ്പോൾ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യാം. എന്നാൽ else if ladderൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്, ഇവിടെ രണ്ടിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കുകൾ, ആ രണ്ടിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കുകളെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ കൂടുതൽ കണ്ടീഷനുകളും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് if else if സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. if else if സ്റ്റേറ്റ്മെന്റിൽ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസും ഒന്നിൽ കൂടുതൽ if സ്റ്റേറ്റ്മെന്റും ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് if സ്റ്റേറ്റ്മെന്റിന്റെ സഹായത്തോടെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ആ കൊടുത്ത if കണ്ടീഷനുകളെ ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്ക്, അതായത് മുകളിൽ നിന്നും താഴത്തേക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ വ്യത്യസ്ത കണ്ടീഷനുകൾ നമുക്ക് if else ifനകത്ത് കൊടുക്കാം. ആ കൊടുത്ത കണ്ടീഷനുകൾ ഒന്നിനു പുറകെ ഒന്നായി മുകളിൽ നിന്നും താഴേക്ക് ഇവാലുവേറ്റ് ചെയ്ത് ആ കണ്ടീഷന്റെ വാല്യൂ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇങ്ങനെ ഓരോ കണ്ടീഷനുകളും ഒന്നിനു പുറകെ ഒന്നായി അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് ചെക്ക് ചെയ്യുന്നതിനനുസരിച്ച് എപ്പോഴാണോ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നത് അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ബാക്കി അതിന് പുറകിൽ വരുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ സ്കിപ്പ് ചെയ്യും. ഓരോ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ഉണ്ടാവും. ഏതാണോ ആദ്യമായിട്ട് ട്രൂ ആവുന്ന കണ്ടീഷൻ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്ത് അതിനുശേഷം വരുന്ന സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കുകളെല്ലാം സ്കിപ്പ് ചെയ്യുന്ന തരത്തിലാണ് else if ladder വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ കൊടുത്ത ഒരു കണ്ടീഷനും ട്രൂ ആയില്ല എങ്കിലോ ഏറ്റവും അവസാനമായി നമ്മൾ കൊടുത്ത else സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എൽസിന് ശേഷം കൊടുത്ത അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക മുകളിലുള്ള ഒരു കണ്ടീഷനും ട്രൂ ആയിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന else if ladderലെ ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകളിൽ ഓരോ കണ്ടീഷൻ ഒന്നിനു പുറകെ ഒന്നായി ചെക്ക് ചെയ്യും. ഏത് കണ്ടീഷനാണോ ട്രൂ ആവുന്നത് അതിന് കറസ്പോണ്ടിങ് ആയുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്ത് അതോടെ if elseന്റെ എക്സിക്യൂഷൻ അവിടെ അവസാനിപ്പിക്കും. ഇനി അതല്ല ഒരു കണ്ടീഷനും ട്രൂ ആയില്ലെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം കൊടുത്ത എൽസിലെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. നമുക്കതിന്റെ സിൻടാക്സ് നോക്കാം. else if ladderനകത്ത് നമുക്ക് എത്ര കണ്ടീഷൻസും എത്ര സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കുകളും ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സാമ്പിളിനകത്ത് നമ്മൾ 3 കണ്ടീഷനും 4 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കാണ് കൊടുത്തിട്ടുള്ളത് സിൻടാക്സിനകത്ത്. അപ്പോൾ ഈ സിൻടാക്സ് നമുക്ക് മോഡിഫൈ ചെയ്യാം. അതായത് 4 കണ്ടീഷൻസ് അല്ലെങ്കിൽ 5 കണ്ടീഷൻസ്, അങ്ങനെ നമ്മളെ പർപ്പസ് എന്താണോ അതനുസരിച്ച് നമുക്ക് കൂടുതൽ കണ്ടീഷൻസും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കുകളും ആഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ തന്നിരിക്കുന്ന സിൻടാക്സിനകത്ത് 3 കണ്ടീഷൻസ്, ടെസ്റ്റ് എക്സ്പ്രഷൻ 1, ടെസ്റ്റ് എക്സ്പ്രഷൻ 2, ടെസ്റ്റ് എക്സ്പ്രഷൻ 3 ഇങ്ങനെയുള്ള 3 കണ്ടീഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ if കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ if കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് മുകളിൽ നിന്നും താഴേക്ക്, അതായത് ആദ്യം ഫസ്റ്റ് ലൈൻ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടുന്ന് മുകളിൽ നിന്നും താഴേക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അതിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ, അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ 1ന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഇതിനകത്ത് ഇനി വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കും എക്സിക്യൂട്ട് ചെയ്യില്ല. നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെ അവസാനം ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്ത് പോകും. ഇനി അതല്ല ടെസ്റ്റ് എക്സ്പ്രഷൻ 1ൻ്റെ വാല്യൂ ഫാൾസ് ആണെങ്കിൽ, അതിനുശേഷം ഫാൾസ് ആയാൽ അപ്പോൾ മാത്രം ഏതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യും, ടെസ്റ്റ് എക്സ്പ്രഷൻ 2ൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കും. ആ ടെസ്റ്റ് എക്സ്പ്രഷൻ 2ൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്, ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2, അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഇവിടുന്ന് കൺട്രോൾ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ഇതിനകത്തുള്ള വേറെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ഇനി അതല്ല ടെസ്റ്റ് എക്സ്പ്രഷൻ 1 മാത്രമല്ല ടെസ്റ്റ് എക്സ്പ്രഷൻ 2ഉം ഫാൾസ് ആയാൽ അടുത്തത് ഏതിൻ്റെ വാല്യൂ നോക്കും, ടെസ്റ്റ് എക്സ്പ്രഷൻ 3ൻ്റെ വാല്യൂ നോക്കും. അതിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കായ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3 എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം കൺട്രോൾ പുറത്തേക്ക് ഈ ഒരു if സ്റ്റേറ്റ്മെൻറ്റിന് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഇങ്ങനെ എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും കൊടുക്കാം. അതിങ്ങനെ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യും. ഏതാണോ ആദ്യം ട്രൂ ആവുന്ന കണ്ടീഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇൻ കേസ് ഇവിടെയുള്ള ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വാല്യൂ ട്രൂ ആയില്ല, അതായത് എല്ലാതും ഫാൾസ് ആണ്, അങ്ങനെയാണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, എൽസിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്. ഈ സിൻടാക്സിനകത്ത് എൽസിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 4 ആണ്. അപ്പോൾ കണ്ടീഷൻസ് ഒരെണ്ണം പോലും ട്രൂ ആയില്ലെങ്കിൽ, അതായത് എല്ലാ കണ്ടീഷൻസിൻ്റെയും വാല്യൂ ഫാൾസ് ആണെങ്കിൽ എൽസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ 1ൻ്റെ വാല്യൂ നോക്കും. അത് ട്രൂ ആണെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം കൺട്രോൾ പുറത്തേക്ക് മീൻസ് ഈ ഒരു എൽസിഫ് ലാഡറിന് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ അതിനുള്ളിലുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ഇനി അതല്ല ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഫസ്റ്റ് കണ്ടീഷൻ്റെ വാല്യൂ ഫാൾസ് ആണെങ്കിൽ മാത്രം രണ്ടാമത്തെ കണ്ടീഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ 2ൻ്റെ വാല്യൂ നോക്കും. അത് ട്രൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അത് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതിനുശേഷം കൺട്രോൾ എൽസിഫ് ലാഡറിന് പുറത്തേക്ക് പോകും. അടുത്ത കേസ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1ഉം ഫാൾസായി, അങ്ങനെയാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 നോക്കുള്ളൂ. ടെസ്റ്റ് എക്സ്പ്രഷൻ 2ഉം ഫാൾസായി, അങ്ങനെയാണെങ്കിൽ ഏത് നോക്കുള്ളൂ, ടെസ്റ്റ് എക്സ്പ്രഷൻ 3ൻ്റെ വാല്യൂ നോക്കുള്ളൂ. ഇനി അത് ട്രൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ ഓരോ കണ്ടീഷൻസ് ആ ഓർഡറിൽ അങ്ങനെ ചെക്ക് ചെയ്ത് ട്രൂ ആകുമ്പോൾ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്ത് കൺട്രോൾ ഈ സ്ട്രക്ചറിന് പുറത്തേക്ക് പോകും. ഇനി എല്ലാ കണ്ടീഷൻസും ഫാൾസ് ആണെങ്കിൽ, എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വാല്യൂ ഫാൾസ് ആണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, എൽസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്. നമ്മൾ സിൻടാക്സിനകത്ത് നമ്മൾ ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 4 മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മൾ പരീക്ഷക്കൊക്കെ ഇപ്പോൾ ഗ്രേഡിംഗ് സ്കീമാണ്. നമുക്കറിയാം 90% മുകളിലാണെങ്കിൽ A+, 80% മുകളിലാണെങ്കിൽ A, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതേപോലെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു പ്രോഗ്രാം ചെയ്യാണ്. ആ പ്രോഗ്രാമിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് മാർക്കാണ്. അപ്പോൾ ആ മാർക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഗ്രാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന മാർക്ക് 90 മുകളിലാണെങ്കിൽ A എന്ന് പ്രിന്റ് ചെയ്യണം, 80 മുകളിലാണെങ്കിൽ B എന്ന് പ്രിന്റ് ചെയ്യണം, 70 മുകളിലാണെങ്കിൽ C എന്ന് പ്രിന്റ് ചെയ്യണം. അങ്ങനെ കറസ്പോണ്ടിങ് ഗ്രേഡ് പ്രിന്റ് ചെയ്യണം. ഇവിടെ നോക്കുക, നമ്മൾ കൊടുക്കുന്ന മാർക്ക് ആദ്യം 90 ഓർ എബോവ് ആണോ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അത് ട്രൂ ആണെങ്കിൽ ഗ്രേഡ് A എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യണം. ഇനി അത് ഫാൾസ് ആണെങ്കിൽ പിന്നെ നമ്മൾ മാർക്ക് 80 എബോവ് ആണോ എന്ന് നോക്കുകയാണ്. അത് ട്രൂ ആണെങ്കിൽ ഗ്രേഡ് B എന്ന് പ്രിന്റ് ചെയ്യണം. അത് ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ. അപ്പോൾ നോക്കുക, ഇങ്ങനെയുള്ള കേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൽസിഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസ്, അതനുസരിച്ച് കുറേ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം. അത്തരം പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൽസിഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ അതെങ്ങനെയാണ് കോഡ് വഴി ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, മാർക്ക് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ദെൻ നമ്മൾ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേ ആണ്, നിങ്ങളുടെ മാർക്ക് എൻ്റർ ചെയ്യണം. മാർക്ക് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു സബ്ജക്റ്റിലെ മാർക്ക് ആണ് എൻ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പെർസെൻറ്റേജ് ആണ് എൻ്റർ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ 0-ൻ്റെയും 100-ൻ്റെയും അടക്കാവണം നമ്മൾ എൻ്റർ ചെയ്യുന്ന മാർക്ക്. ദെൻ സീൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ആ മാർക്ക് ഇൻപുട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്
നമ്മൾ ഇൻപുട്ട് ചെയ്ത മാർക്ക് 90 എബോവ് ആണ് നോക്കുകയാണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു, മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. അങ്ങനെയാണെങ്കിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യും? എ ഗ്രേഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇനി അതല്ലെങ്കിൽ മാർക്ക് 90 കൂടുതലല്ലെങ്കിൽ പിന്നെ അത് 80 കൂടുതലാവാം, 70 കൂടുതലാവാം, 60 കൂടുതലാവാം. അപ്പം അതിലേതാണെന്ന് അറിയണം. അപ്പോൾ നമ്മൾ അടുത്ത കണ്ടീഷൻ എൽസി മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. അങ്ങനെയാണെങ്കിൽ ബി ഗ്രേഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യുക. ഇനി അതും അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുക, മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണോ നോക്കുക. ആണെങ്കിൽ സി ഗ്രേഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യുക. അതും അല്ലെങ്കിൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണോ എന്നുള്ള അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അവിടെ നമ്മൾ 4 കണ്ടീഷൻസ് കൊടുത്തു. മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറയുന്ന 4ാമത്തെ കണ്ടീഷനാണ്. അപ്പോൾ അത് ട്രൂ ആണെങ്കിൽ ഗ്രേഡ് ഡി ആണെന്ന് പറയാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഇ ഗ്രേഡ് എന്ന് മാത്രം ഡിസ്പ്ലേ ചെയ്യാം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന മാർക്ക് എക്സാമ്പിളായിട്ട് 75 ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത മാർക്ക് എന്ന് വിചാരിച്ചു. ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് 75 ആണ്. അപ്പോൾ മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൽ 75 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ, ആദ്യം ഫസ്റ്റ് കണ്ടീഷനാണ് ഈ വാല്യൂ ചെയ്യുക. ഫസ്റ്റ് കണ്ടീഷൻ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 എന്നാണ്. മാർക്കിലുള്ള വാല്യൂ 75 ആണ്. 75 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 എന്താ കിട്ടുക? ഫാൾസ് ആണ് കിട്ടുക. 75 90-നേക്കാൾ വലുതല്ല, അപ്പോൾ ഫാൾസ് ആണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഏത് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യൂല? എ ഗ്രേഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യില്ല. സി ഔട്ട് എ ഗ്രേഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഏത് കണ്ടീഷൻ നോക്കണം? രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണം. ഫസ്റ്റ് കണ്ടീഷന്റെ വാല്യൂ ഫാൾസ് ആണെങ്കിൽ എന്ത് നോക്കും? സെക്കൻഡ് കണ്ടീഷന്റെ വാല്യൂ എന്താ നോക്കും. അവിടെയും 70 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 അതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പം അതും ഫാൾസ് ആണ്. അപ്പം അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യില്ല, അടുത്ത കണ്ടീഷനിലേക്ക് പോകും. അപ്പം ആദ്യത്തെ 2 കണ്ടീഷനും ഫാൾസ് ആയതുകൊണ്ടാണ് ഏതിലേക്ക് പോകുന്നത്? 3ാമത്തെ കണ്ടീഷനിലേക്ക് പോകുന്നത്. 3ാമത്തെ കണ്ടീഷനിൽ എന്താണ് വരുന്നത്? മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 എന്നുള്ള സ്ഥാനത്ത് 75 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70. അങ്ങനെ വരുമ്പോൾ വരുന്ന വാല്യൂ എന്താണ്? ട്രൂ ആണ്. ആ സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഏതാ സ്റ്റേറ്റ്മെന്റ്? സി ഔട്ട് സി ഗ്രേഡ്. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലുള്ള വേറെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും വർക്ക് ചെയ്യില്ല. കൺട്രോൾ ഇതിന് ശേഷമുള്ള ഈ ഒരു സ്ട്രക്ചറിന് ശേഷമുള്ള ഇവിടെ ഇനി ഏതാണോ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് അങ്ങോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എപ്പോഴാണോ ട്രൂ ആവുന്നത്, ഏത് കണ്ടീഷനാണോ ട്രൂ ആവുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്ത് അവിടെ അവസാനിപ്പിക്കും. ഈ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എൽസീഫ് ലാഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്ത ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് എൽസീഫ് ലാഡർ ഉപയോഗിക്കുന്നത് എന്തിനാണോ അതിനു വേണ്ടി തന്നെയാണ് ഏതും യൂസ് ചെയ്യുന്നത്, സ്വിച്ചും യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെയുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, എൽസീഫ് ലാഡർ ഉപയോഗിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഏത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയില്ല, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല. നേരെ തിരിച്ചാണെങ്കിലോ, അതായത് സ്വിച്ച് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഏത് ഉപയോഗിച്ച് ചെയ്യാം, എൽസീഫ് ലാഡർ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ സ്വിച്ച് ആകുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ചില സമയത്ത് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യും, ചില സമയത്ത് നമ്മൾ എൽസീഫ് ലാഡർ യൂസ് ചെയ്യും. അത് പ്രോഗ്രാമറെ ആ ഒരു ഐഡിയ വെച്ചിട്ട് പ്രോഗ്രാമർ ഏത് വെച്ചിട്ടാണ് ചെയ്യാൻ സൗകര്യപ്രദം അല്ലെങ്കിൽ ഏതാണ് എഫക്റ്റീവ് എന്ന് നോക്കി പ്രോഗ്രാമർ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെയും ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നമ്പർ ഓഫ് ചോയ്സസ് ഒരു ചോയ്സ് സെലക്ട് ചെയ്യാൻ എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റും യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സ്വിച്ച് ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല, മീൻസ് എൽസീഫ് ലാഡർ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏതുപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല, സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വിച്ചിനകത്ത് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കണ്ടീഷൻസിനകത്ത് ഏത് തരത്തിലുള്ള കമ്പാരിസൺ മാത്രമേ ചെയ്യണുള്ളൂ, ഈക്വൽ ടു, നമ്മൾ റിലേഷണൽ ഓപ്പറേറ്ററിൽ പഠിച്ച ഈക്വൽ ടു എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ മാത്രമേ എവിടെ യൂസ് ചെയ്യുന്നുള്ളൂ, സ്വിച്ചിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. എൽസീഫ് ലാഡറിലാണെങ്കിലോ നമുക്ക് ഏത് തരത്തിലുള്ള കണ്ടീഷൻസും യൂസ് ചെയ്യാം. അതിൻ്റെ ഈഫ് കണ്ടീഷന്റെ ഭാഗമായിട്ട് നമുക്ക് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അതേപോലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ ഇത് വെച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള എക്സ്പ്രഷൻസും നമുക്ക് എൽസീഫ് ലാഡറിൽ യൂസ് ചെയ്യാം. പക്ഷേ സ്വിച്ചിനകത്ത് നമുക്ക് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ.
സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം സ്വിച്ച് എന്ന് പറയുന്ന കീവേഡ് അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതുന്നത് കണ്ടീഷൻ അല്ല എക്സ്പ്രഷനാണ്. ഒരു വ്യത്യാസം അതാണ്. നമ്മൾ ഈ എൽസി ലാഡറിലും ഈഫ് എൽസിലും ഒക്കെ കണ്ടീഷൻസ് ഡയറക്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടീഷൻസ് ഡയറക്റ്റ് കൊടുക്കുന്നില്ല, പകരം നമ്മൾ സ്വിച്ച് കീവേഡിൻ്റെ കൂടെ ഒരു എക്സ്പ്രഷൻ കൊടുക്കും. ഈ എക്സ്പ്രഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഒന്നുകിൽ ഇൻറ്റിജർ ആയിരിക്കണം അല്ലെങ്കിൽ ക്യാരക്ടർ ആയിരിക്കണം. എക്സ്പ്രഷൻ എന്ന് കാണുന്ന സ്ഥാനത്ത് നമ്മൾ എഴുതുന്നത് എന്താണോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റിജറോ ക്യാരക്ടറോ ആയിരിക്കണം. ഈഫ് എൽസ് ലാഡറിനകത്ത് യൂസ് ചെയ്യുന്നത് കണ്ടീഷൻസ് ആണ്. അതിൻ്റെ വാല്യൂ ട്രൂ ഓർ ഫാൾസ് കിട്ടണം എന്നാണ് പറഞ്ഞത്. സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ ഇവിടെ എക്സ്പ്രഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആ എക്സ്പ്രഷൻ്റെ വാല്യൂ ഇൻറ്റിജർ വാല്യൂ ക്യാരക്ടർ വാല്യൂ ആയിരിക്കണം കിട്ടേണ്ടത്. തുടർന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കീവേഡുകളാണ് കേസ് എന്ന് പറയുന്ന കീവേഡും ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡും. ഈ ബ്രേക്ക് കീവേഡ് ഓപ്ഷണലാണ്. സ്വിച്ച് യൂസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട രണ്ട് കീവേഡ്സ് സ്വിച്ച് കീവേഡും കേസ് കീവേഡും ആണ്. ബ്രേക്ക് ആവശ്യമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ ഒരു കീവേഡ് കൂടെ ഉണ്ട് ഡിഫോൾട്ട്. ഇതും ഓപ്ഷണലാണ്. നമ്മൾ എൽസി ലാഡറിൽ അവസാനം എൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കണ്ടീഷനും ട്രൂ ആയില്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൽസ് യൂസ് ചെയ്യുന്നത്. അതുപോലെയുള്ളൊരു പർപ്പസാണ് സ്വിച്ചിൻ്റെ കൂടെ ഏത് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുക, ഡിഫോൾട്ട് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ സിൻടാക്സ് ഒക്കെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കേസ് കീവേഡാണ്. വാല്യൂ 1 എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇൻറ്റിജറോ അല്ലെങ്കിൽ ക്യാരക്ടർ വാല്യൂ ആണ്. കാരണം ഈ എക്സ്പ്രഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ കമ്പയർ ചെയ്യുന്നത് ഇവിടെയുള്ള ഈ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 അങ്ങനെ നമ്മൾ കൊടുക്കുന്നതുമായിട്ടാണ്. അപ്പോൾ എക്സ്പ്രഷൻ്റെ വാല്യൂ ഇൻറ്റിജറോ ക്യാരക്ടറോ ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എന്നുള്ള സ്ഥാനത്ത് നമ്മൾ എഴുതേണ്ടതും ഇൻറ്റിജറോ ക്യാരക്ടർ വാല്യൂ ആണ്. പിന്നെ അതിനുശേഷം നമ്മളിവിടെ ഇട്ട സിമ്പൽ സെമി കോളൻ അല്ല, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോളൻ ആണ്. ഓരോ കേസ് വാല്യൂവിന് ശേഷം ഉപയോഗിക്കുന്ന സിമ്പല് കോളൻ ആണ്. കോളൻ എന്ന് പറഞ്ഞാൽ 2 കുത്തിട്ട വാല്യൂ. ഡിഫോൾട്ടിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് തന്നെയാണ്, കോളൻ ആണ്. ബാക്കിയുള്ളിടത്ത് സ്റ്റേറ്റ്മെന്റ് അവസാനിക്കുമ്പോൾ അതേപോലെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ, അതായത് സെമി കോളൻ തന്നെയാണ് അതിന്റെ എൻഡ് സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. സ്വിച്ച് ബ്രാക്കറ്റിൽ എക്സ്പ്രഷൻ, ദെൻ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് കേസും ഡിഫോൾട്ടും അടക്കമുള്ള എല്ലാ ബാക്കി സ്വിച്ചിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തേണ്ടത്. അതിൽ കേസ് സ്പേസ് ഇട്ട് നമ്മൾ വാല്യൂ 1, വാല്യൂ 2 എന്നുള്ള രീതിയിൽ ഇൻറ്റിജർ വാല്യൂവോ അല്ലെങ്കിൽ ക്യാരക്ടർ വാല്യൂ കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പല് കോളനാണ്. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു എക്സ്പ്രഷൻ, ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഇൻറ്റിജറോ അല്ലെങ്കിൽ ക്യാരക്ടർ വാല്യൂ ആണ്. അപ്പോൾ ആദ്യം ഈ എക്സ്പ്രഷന്റെ വാല്യൂ എന്താണോ അത് കണ്ടെത്തും. ആ എക്സ്പ്രഷന്റെ വാല്യൂ ആദ്യം ഏതുമായിട്ട് കമ്പയർ ചെയ്യും, വാല്യൂ 1ഉമായിട്ട്, ഫസ്റ്റ് കേസ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യും. മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എന്താ കാണുന്നത്, ബ്രേക്ക് ആണ് കാണുന്നത്. അതോടുകൂടി സ്വിച്ചിന്റെ എക്സിക്യൂഷൻ അവിടെ അവസാനിച്ചു. ഇനി അതല്ല എക്സ്പ്രഷന്റെ വാല്യൂ ഫസ്റ്റ് കേസ് വാല്യൂ ആയ വാല്യൂ 1ഉമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഏതുമായിട്ട് കമ്പയർ ചെയ്യും, പിന്നെ വാല്യൂ 2 സെക്കൻഡ് കേസ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യും. അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഈ എക്സ്പ്രഷന്റെ വാല്യൂം ഈ വാല്യൂ 2ഉം ഈക്വൽ ആണ് എങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ബ്രേക്ക് ഉണ്ട്, അതുകൊണ്ട് അതോടുകൂടി ആ സ്വിച്ചിന്റെ എക്സിക്യൂഷൻ അവിടെ അവസാനിക്കും. ഇങ്ങനെ ഓരോ വാല്യൂമായിട്ട് ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആ ഓർഡർ തന്നെ ചെക്ക് ചെയ്ത് എപ്പോഴാണോ ഒരു മാച്ച് കണ്ടെത്തുന്നത് അതിന് കറസ്പോണ്ടിങ് ആയുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് വരുന്നതോടുകൂടി അവിടെ അത് അവസാനിക്കും. ഇനി ഒരു കേസ് വാല്യൂമായിട്ടും നമ്മുടെ ഈ എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും, ഡിഫോൾട്ടിലുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്യും. അപ്പോൾ കേസ് വാല്യൂ എക്സ്പ്രഷന്റെ വാല്യൂമായിട്ട് 1/1 ആയിട്ട് ചെക്ക് ചെയ്യും. അത് ഈക്വൽ ആവുന്നത് എപ്പോഴാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് ഉണ്ടെങ്കിൽ അതോടുകൂടി അവിടെ എക്സിക്യൂഷൻ അവസാനിക്കും. ഇനി ഒരു കേസ് വാല്യൂമായിട്ടും എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഡിഫോൾട്ടിലുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അതിന്റെ ഫ്ലോ ചാർട്ട് നോക്കാം.
ആദ്യം സ്വിച്ചിൻ്റെ എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടെത്തും. ആ എക്സ്പ്രഷൻ്റെ വാല്യൂ നമ്മൾ പറയാൻ എളുപ്പത്തിന് വേണ്ടി കിട്ടിയ വാല്യൂ വി ആണെന്ന് വിചാരിക്കും. വി എന്ന് പറയുന്നത് എങ്ങനെയുള്ള വാല്യൂ ആവണം? ഇൻഡിജറോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോ. എന്നിട്ട് ആ വി എന്ന് പറയുന്ന വാല്യൂ ആദ്യം ഫസ്റ്റ് കേസ് വാല്യൂമായിട്ട് വാല്യൂ 1 കമ്പയർ ചെയ്യും. ട്രൂ ആണെങ്കിൽ, അതായത് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ വി ആണ്, അത് ഫസ്റ്റ് കേസ് വാല്യൂ ആയ വാല്യൂ 1 മാച്ച് ചെയ്യുന്നുണ്ട്, രണ്ടും ഒന്നാണ് എങ്കിൽ അതിനർത്ഥം രണ്ടും ഈക്വൽ ആണോ നോക്കുമ്പോൾ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് മാത്രം, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ബ്രേക്ക് ഉണ്ടെങ്കിൽ അതോടെ ആ സ്വിച്ചിന്റെ എക്സിക്യൂഷൻ അവിടെ അവസാനിച്ചു. ഒരിക്കലും പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ അവിടെ അവസാനിച്ചു എന്നുള്ള രീതിയിലല്ല പറയേണ്ടത്. ഈ സ്വിച്ച് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിന്റെ എക്സിക്യൂഷൻ അവിടെ അവസാനിച്ചു. ഇനി അതല്ല, കേസ് വാല്യൂ 1 എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്യുന്നില്ല, അതായത് ഇവിടെ ആദ്യത്തെ മാച്ചിങ് ഫോൾസ് ആണെങ്കിൽ രണ്ടാമത്തെ മാച്ചിങ് നോക്കും. രണ്ടാമത്തെ കേസ് വാല്യൂമായിട്ട് എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും. അത് ട്രൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് വരുന്നതോടുകൂടി അതോടെ സ്വിച്ചിന്റെ എക്സിക്യൂഷൻ അവസാനിക്കും. അഗെയിൻ സെക്കൻഡ് കേസ് വാല്യൂമായിട്ടും എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത കേസ് വാല്യൂമായിട്ട് നോക്കും. അത് ട്രൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് കാണുന്നതോടുകൂടി അതോടെ എക്സിക്യൂഷൻ അവസാനിക്കും. ഇനി ഒരു കേസ് വാല്യൂമായിട്ടും എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്യും? ഡിഫോൾട്ടിലുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്യും. ഇങ്ങനെ നമുക്ക് എത്ര കേസ് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലോ ചാർട്ടിനകത്ത് 3 കേസ് വാല്യൂ കൊടുത്തിട്ടുള്ളൂ, നമുക്ക് 10 എണ്ണം ആവും, 30 എണ്ണം ആവും, അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 by 1 ആയിട്ട് കേസ് വാല്യൂമായിട്ട് എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്ത് എപ്പോഴാണോ മാച്ച് ചെയ്യുന്നത് ട്രൂ ആവുന്നത് അതിന് കറസ്പോണ്ടിങ് ആയുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അഥവാ ഒരു കേസ് വാല്യൂമായിട്ടും എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഡിഫോൾട്ടിലുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇവിടെ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ ബ്രേക്ക് വേണം എന്ന് നിർബന്ധമില്ല, ഡിഫോൾട്ട് വേണമെന്ന് നിർബന്ധമില്ല. ഡിഫോൾട്ടിന്റെ ഉപയോഗം നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും കേസ് വാല്യൂമായിട്ട് എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഒരു കേസ് വാല്യൂമായിട്ടും എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഡിഫോൾട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് ഉപയോഗിക്കാതെയും നമുക്ക് എന്ത് ചെയ്യാം? സ്വിച്ച് പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സിൻടാക്സിനകത്ത് ആ ബ്രേക്ക് ഒഴിവാക്കിയെന്നുള്ളൂ. പക്ഷെ ഇവിടെ വർക്കിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്രഷന്റെ വാല്യൂ ആദ്യം ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുക? ഫസ്റ്റ് കേസ് വാല്യൂ 1 കമ്പയർ ചെയ്യും. മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്യും? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്യും. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ഉണ്ടോ? ഇല്ല. ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 വർക്ക് ചെയ്ത് കഴിഞ്ഞു, അടുത്തതായി ഏതും വർക്ക് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 വർക്ക് ചെയ്യും. അതായത് വാല്യൂ 2 എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നില്ല. നോക്കാതെ തന്നെ വാല്യൂ 1 എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ആയതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇത് നിർത്തണം എന്ന് പറയാൻ ബ്രേക്ക് കീവേഡ് അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യും. അതായത് 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി അതല്ല, എക്സ്പ്രഷന്റെ വാല്യൂ ഫസ്റ്റ് കേസ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യില്ല. എന്താ ചെയ്യുക? എക്സ്പ്രഷന്റെ വാല്യൂ ഏതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും. സെക്കൻഡ് കേസ് വാല്യൂമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും. അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. ഇതിനുശേഷം ബ്രേക്ക് ഇല്ല. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 മാത്രമല്ല, അതിനെ തുടർന്ന് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 3ഉം അതിനെ തുടർന്ന് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 4ഉം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതാണ് ബ്രേക്കിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഇല്ലാതെയും സ്വിച്ച് യൂസ് ചെയ്യാം, ബ്രേക്ക് ഉപയോഗിച്ചും യൂസ് ചെയ്യാം. രണ്ടും വ്യത്യസ്ത രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മാത്രം. ഇനി അതിന്റെ ഫ്ലോ ചാർട്ട്. ബ്രേക്ക് ഇല്ലാതെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ എന്താണ് വ്യത്യാസം നോക്കുക. എന്താ വ്യത്യാസം? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് കേസ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യും, മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം എങ്ങോട്ട് പോകും? സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2ലേക്ക് പോകും, 3ലേക്കും പോകും, എന്നിട്ടാണ് പോകുന്നത്. ഈ രീതിയിൽ ഒരു
പ്രോഗ്രാമിനകത്ത് നമ്മൾ സ്വിച്ച് ഉപയോഗിക്കുകയാണ്, ബ്രേക്ക് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് വാല്യൂമായിട്ട് എക്സ്പ്രഷൻ്റെ വാല്യൂ മാച്ച് ചെയ്യുന്നതോടുകൂടി ആ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് മാത്രമല്ല അതിനെ പിന്തുടർന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകളും എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് സ്വിച്ചിനകത്ത് യൂസ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യാതിരിക്കുമ്പോഴുള്ള വ്യത്യസ്ത സാഹചര്യങ്ങൾ. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു നമ്പർ എൻട്രി ആണ്, 1 നും 7 ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ. അത് ഡേ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തു. ദെൻ സ്വിച്ച് ഡേ എന്ന് കൊടുത്തു. അപ്പോൾ ഡേ എന്ന് പറയുന്ന വേരിയബിളിൽ 1 മുതൽ 7 വരെയുള്ള ഏതെങ്കിലും ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് ഉണ്ടാവുക നമ്മൾ കറക്റ്റായിട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതി, കേസ് 1 എന്നിട്ട് സൺഡേ എന്ന് എഴുതി. അതായത് നമ്മൾ 1 എന്ന് ഇൻപുട്ട് ചെയ്താൽ സൺഡേ എന്നുള്ളത് ഡിസ്പ്ലേ, 2 എന്ന് ഇൻപുട്ട് ചെയ്താൽ മൺഡേ എന്നുള്ളത് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യുന്ന തരത്തിലൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് 3 ആണെന്ന് വിചാരിച്ചു. ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് 3 ആണെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കുക. സ്വിച്ച് ഡേൻ്റെ സ്ഥാനത്ത് ഏത് വാല്യൂ വരും, 3 വരും. അപ്പോൾ അവിടെ എക്സ്പ്രഷൻ ഡേ ആണ്, ഡേൻ്റെ വാല്യൂ എന്താണ്, 3 ആണ്. ആ 3 ഏതുമായിട്ട് കമ്പയർ ചെയ്യും, ഫസ്റ്റ് കേസ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യും. ഫസ്റ്റ് കേസ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യും. ഇവിടെ ഫസ്റ്റ് കേസ് വാല്യൂ എത്ര, 1. ഡേൻ്റെ വാല്യൂ അതായത് എക്സ്പ്രഷൻ്റെ വാല്യൂ 3 ആണ്. 3യും 1ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യില്ല, സി ഔട്ട് സൺഡേ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യില്ല. ഫസ്റ്റ് കേസ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്ത് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ സെക്കൻഡ് കേസ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യും. അവിടെയും മാച്ച് ചെയ്യുന്നില്ല, കാരണം 3, 2 ആണ് കമ്പയർ ചെയ്യുന്നത്. അവിടെ മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കും എക്സിക്യൂട്ട് ചെയ്യില്ല. തുടർന്ന് അടുത്ത കേസ് വാല്യൂമായിട്ട് ഡേ എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ടോ. ഡേ എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ 3 ആണ്, അടുത്ത കേസിൻ്റെ വാല്യൂ 3 ആണ്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മാച്ച് ചെയ്യും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് സി ഔട്ട് ട്യൂസ്ഡേ. അപ്പോൾ ട്യൂസ്ഡേ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം എന്തുണ്ട്, ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക് കാണുന്നതോടുകൂടി എന്ത് സംഭവിക്കും, ബ്രേക്ക് കാണുന്നതോടുകൂടി ഈ സ്വിച്ചിന്റെ എക്സിക്യൂഷൻ അവിടെ അവസാനിക്കും. ഇങ്ങനെ നമ്മൾ ഏത് നമ്പറാണോ ഇൻപുട്ട് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്യുക. ആ തരത്തിൽ യൂസ് ചെയ്യുന്നതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഇനി ഇൻ കേസ് നമ്മൾ ഇവിടെ 9 എന്നാണ് എൻ്റർ ചെയ്തത്, അങ്ങനെയാണെങ്കിൽ ഈ 1 മുതൽ 7 വരെയുള്ള കേസ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്താലും മാച്ച് ചെയ്യില്ല. അപ്പോൾ അവിടെ എന്ത് വർക്ക് ചെയ്യും, ഡിഫോൾട്ട് എന്ന് പറയുന്ന ഭാഗം വർക്ക് ചെയ്യും. അതായത് റോങ് ഇൻപുട്ട്, നമ്മൾ ആദ്യമേ പറഞ്ഞത് 1 to 7 ഇൻപുട്ട് ചെയ്യണം, നമ്മൾ 9 ഇൻപുട്ട് ചെയ്തു. അതിനർത്ഥം എന്താ, നമ്മൾ കൊടുത്ത ഇൻപുട്ട് റോങ് ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന കേസ് വാല്യൂമായിട്ട് എക്സ്പ്രഷൻ്റെ വാല്യൂ ഒന്നും തന്നെ മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ വർക്ക് ചെയ്യേണ്ടത് ഏതാണോ അത് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഏത് യൂസ് ചെയ്യണത്, ഡിഫോൾട്ട് എന്ന് പറയുന്ന ഭാഗം യൂസ് ചെയ്യണത്. ഇനി പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ് സ്വിച്ചും LC ഫ്ലാഗും തമ്മിലുള്ള കമ്പാരിസൺ. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സ്വിച്ച് ഉപയോഗിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഏത് ഉപയോഗിച്ച് നിറവേറ്റാം, LC ഫ്ലാഗർ ഉപയോഗിച്ച് നിറവേറ്റാം. പക്ഷേ LC ഫ്ലാഗർ ഉപയോഗിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് എന്തുപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല, സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്കൊരു ടേബിൾ രൂപത്തിൽ തന്നെ അതിൻ്റെ ഡിഫറൻസ് ഡിസ്കസ് ചെയ്യാം. രണ്ടും ഉപയോഗിക്കുന്നത് ഒരേ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്, മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയാണ്. സ്വിച്ചിനകത്ത് കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാം. പക്ഷേ ഏത് ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള കണ്ടീഷൻ, ഈക്വാലിറ്റി ഓപ്പറേറ്റർ, ഈക്വൽ ആണോ എന്നുള്ള കണ്ടീഷൻ മാത്രമേ ഏതിനകത്ത് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ, സ്വിച്ചിനകത്ത് കൊടുക്കാൻ കഴിയുള്ളൂ. LC ഫ്ലാഗർ ആകുമ്പോൾ ഏത് റിലേഷണൽ ലോജിക്കൽ എക്സ്പ്രഷനും നമുക്ക് അവിടെ കണ്ടീഷന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാൻ കഴിയും. ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെന്റിനകത്ത് കേസ് കോൺസ്റ്റന്റ് ഒന്നുകിൽ ഇൻഡിജർ ആവണം അല്ലെങ്കിൽ ക്യാരക്ടർ ആവണം. നമ്മൾ എക്സ്പ്രഷൻ സ്വിച്ചിനകത്ത് കൊടുക്കുന്ന എക്സ്പ്രഷന്റെ വാല്യൂ ഇൻഡിജറോ ക്യാരക്ടറോ കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് കേസിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താവണം, ഇൻഡിജറോ ക്യാരക്ടറോ ആവണം. എന്നാൽ LC ഫ്ലാഗറിനകത്ത് നമുക്ക് ഏത് കണ്ടീഷൻസും കൊടുക്കാം. ആ കണ്ടീഷന്റെ വാല്യൂ ഏത് തരത്തിലുള്ള വാല്യൂ ആവും, അതായത് ഇൻഡിജറും ക്യാരക്ടറും ഫ്ലോട്ടിംഗ് പോയിന്റും ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റും, അങ്ങനെ ഏത് കോൺസ്റ്റന്റും നമുക്ക് എന്ത് ചെയ്യാം അവിടെ കൊടുക്കാൻ കഴിയും. ഇനി സ്വിച്ചിനകത്ത് ഒരു കേസ് വാല്യൂമായിട്ടും എക്സ്പ്രഷന്റെ വാല്യൂ മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. LC ഫ്ലാഗറിനകത്ത് ഒരു കണ്ടീഷന്റെ വാല്യൂ ട്രൂ ആവുന്നില്ല എങ്കിൽ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. സ്വിച്ചിനകത്ത് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സ്വിച്ചിന്റെ എക്സിക്യൂഷൻ അവസാനിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു കേസ് വാല്യൂമായിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് സ്വിച്ചിൻ്റെ എക്സിക്യൂഷൻ അവസാനിപ്പിക്കണമെങ്കിൽ അവിടെ ഏത് കീവേഡ് നിർബന്ധമാണ്? ബ്രേക്ക് കീവേഡ് അല്ലെങ്കിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിർബന്ധമാണ്. എൽസ് ഇഫ് ലാഡറിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയി ഇപ്പോൾ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തു, അതോടെ എൽസ് ഇഫ് ലാഡറിൻ്റെ എക്സിക്യൂഷൻ അവിടെ അവസാനിക്കും. അവിടെ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റോ കീവേഡുകളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. എത്രയാണ് സ്വിച്ചും എൽസ് ഇഫ് ലാഡറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.